ഭരണപക്ഷത്ത് MLA ആയിരിക്കുന്ന സമയത്ത് തന്നെ സതീഷിനെതിരെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച ആളാണ് അൻവർ. അൻവറിന് ആൾക്കാരുടെ സൈക്കോളജി അറിയാം. അൻവർ ഉയർത്തുന്ന രാഷ്ട്രീയത്തോടുള്ള താല്പര്യം, അല്ലാതെ മമതാ ബാനർജിയെ അല്ലെങ്കിൽ മറ്റേ യൂസഫ് അലി പട്ടാനെ കണ്ടിട്ടൊന്നും ആരാ വോട്ട് ചെയ്യുന്നത്? ഞാൻ കാണുന്നു ബേപ്പൂർ പോയിട്ട് അൻവർ മത്സരിച്ചാൽ ഇന്ന് കേരളത്തിൽ ബേപ്പൂരിൽ UDF പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച കാൻഡിഡേറ്റ് ആയിരിക്കും. കാരണത്ത് AC ഓഫീസിൽ മാത്രം ഇരുന്നിട്ടുള്ള രാഷ്ട്രീയമല്ല, പണിയെടുത്ത് വന്നതാണ്. വൈറ്റ്സ് വൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം സർ. നമസ്കാരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, UDF വിജയിച്ചു. എന്നാൽ അതിൽ മികച്ച ഒരു ഞെട്ടിക്കുന്ന ഒരു പ്രകടനം കാഴ്ചവെച്ചത് PV അൻവർ ആയിരുന്നു. PV അൻവറിനെ UDF എടുക്കില്ല എന്ന് തീരുമാനിച്ചത് UDF നേതൃത്വമായിരുന്നു. പക്ഷേ എന്നാൽ ഇനി അൻവറിന് പോകാൻ കഴിയുന്ന ഒരേ ഒരു ഇടം UDF മാത്രമാണ്. അൻവറിന്റെ UDF പ്രവേശനം അല്ലെങ്കിൽ UDF അൻവറിന്റെ വരവ്, അതിന് എത്രത്തോളം സാധ്യതകളുണ്ട്? കേരളം പിടിക്കണമെന്നുണ്ടെങ്കിൽ UDF അധികാരത്തിൽ വരണമെന്നുണ്ടെങ്കിൽ അൻവറിനെ കൂട്ടാതെ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അൻവർ നിസ്സാരക്കാരനൊന്നുമല്ല. ആലോചിച്ച് നോക്കൂ, അൻവറിൻ്റെ പ്രസ് മീറ്റുകൾ ബാക്കിയുള്ളത് അതിനിപ്പോഴും റീച്ചുണ്ട് നന്നായിട്ട്. അൻവർ എന്ത് പറയുന്നു എന്നറിയാൻ ഇപ്പോഴും ആൾക്കാരുണ്ട്. ഔട്ട്ഡേറ്റഡായി പോകുന്നില്ല. അതേസമയം PC ജോർജ് എന്ന് പറഞ്ഞാൽ വിവരക്കേട് പറഞ്ഞിട്ടാണ്, അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്, ട്രോളാൻ വേണ്ടിയിട്ട് ആൾക്കാർ പോകുന്നത്. ഇങ്ങനെ ഒരു വിവരക്കേടും പറയുന്നില്ല. മാത്രമല്ല അഭിനയങ്ങൾക്ക് പോകുന്നില്ല, ജെന്യൂനായിട്ടുള്ള കക്ഷിയാണ്. അപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് ആയിട്ട് പോളിംഗ് ബൂത്തിൽ നിന്ന് കാണുമ്പം രണ്ടുപേരും ഒന്ന് കൈ കൊടുക്കുന്നു, വിഷ് ചെയ്യുന്നു, കെട്ടിപ്പിടിക്കരുത് കേട്ടോ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് മുമ്പ് രാവിലെ സ്വരാജും ആര്യാടൻ ഷൗക്കത്തും കൂടെ പരസ്പരം കെട്ടിപ്പിടിക്കുന്ന വീഡിയോ ഉണ്ടായിരുന്നു. എന്തായി കെട്ടിപ്പിടുത്തത്തിനകത്ത്? അല്ല, അവർ പക്ഷെ നല്ല സൗഹൃദം സൂക്ഷിക്കുന്നവരാണ്, സ്വരാജും ആര്യാടൻ ഷൗക്കത്തും. എനിക്കറിയാവുന്നത്രയും നിനക്കറിയത്തില്ല. എന്തായാലും എനിക്കറിയാവുന്നത്രയും. എനിക്ക് സ്വരാജ് എന്താണെന്നറിയാം, ആര്യാടൻ ഷൗക്കത്ത് എന്താണെന്നറിയാം, അൻവർ എന്താണെന്നറിയാം, മോഹൻ ജോർജ് എന്താണെന്നറിയാം. ഇവരൊക്കെ തമ്മിലുള്ള സൗഹൃദത്തിന്, ഞാനും ആര്യാടൻ ഷൗക്കത്തും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ അത്രയും ആഴം സ്വരാജും ആര്യാടൻ ഷൗക്കത്തും തമ്മിലുണ്ടാവത്തില്ല. കൃത്യമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ, നമുക്കറിയാം, എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. എനിക്കിപ്പോൾ നിന്നോട് സ്നേഹം തോന്നിയാൽ ചേർത്ത് പിടിക്കുന്നതിന് എനിക്ക് അത് ഉള്ളിൽ നിന്ന് വരുന്ന സാധനമായിരിക്കണം. അതല്ലാതെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ട് ഞാനും ഗ്രീഷ്മയും എൻ്റെ കുഞ്ഞനിയത്തിയാണെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതിനകത്ത് കാട്ടിക്കൂട്ടാൻ വേണ്ടി കെട്ടിപ്പിടിച്ച് നിൽക്കുക. അത് കഴിഞ്ഞിട്ട് ഞാനും നിനക്കിട്ട് പണിയാൻ നിൽക്കുകയാണ്, നീ എനിക്കിട്ടും പരവാക്കാൻ നിൽക്കുക, എന്നിട്ടാണ് ഈ പരിപാടിയാണ്. അപ്പോൾ അതിനകത്തുള്ള അപ്പൊ അൻവറും പിണറായി വിജയനും അതുപോലെ തന്നെയായിരുന്നല്ലോ, അവരൊരു കാലത്ത് നല്ല സ്നേഹത്തിലായിരുന്നു. അല്ല, അവർ പിണങ്ങി കഴിഞ്ഞപ്പോൾ ഇനി കെട്ടിപ്പിടിക്കാൻ പോവോ? ഇല്ല, അത് വ്യക്തിപരമായ കാര്യത്തിന്റെ പേരിലാണല്ലോ അവർ പിണങ്ങിയത്. അല്ല, വ്യക്തിപരമായ കാര്യങ്ങളുടെ പേരിൽ തന്നെ പിണങ്ങിയത്, യാതൊരു സംശയമില്ല. അതിനകത്ത് അതൊന്നും രാഷ്ട്രീയം ഇല്ല എന്നുള്ളത് നന്നായിട്ട് നമുക്കറിയാം. ഇവർ രണ്ടു കൂട്ടരും രാഷ്ട്രീയം പറയുമ്പോഴും അങ്ങനെ അത് അരാഷ്ട്രീയമായ കാര്യങ്ങളാണ്, വ്യക്തിപരമാണെന്നുള്ളത് കൃത്യമാണ്. അതേസമയം ഞാൻ പറഞ്ഞു വന്നത്, അൻവർ ഈ ബൂത്തിൽ നിന്നിട്ട് പറയുന്നത്, പത്തക്കാർ ചോദിച്ചാൽ എന്താ നിങ്ങൾ കെട്ടിപ്പിടിക്കായിരുന്നപ്പോഴേ അത് ധൃതരാഷ്ട്രാലിംഗനമാണെന്ന് പറഞ്ഞാൽ അത്രയും കൃത്യമായിട്ട് ഓരോ വാക്കും ഉപയോഗിക്കേണ്ടടുത്ത് ഉപയോഗിക്കുക. മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ ഏറ്റവും കൃത്യമായിട്ട് അവതരിപ്പിച്ചത് അൻവർ. വന്യമൃഗങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റവും കൃത്യമായിട്ട് അവതരിപ്പിച്ചത് അൻവർ. മണ്ഡലത്തിലെ ഓരോ മുക്കിലും മൂലയിലുള്ള പ്രശ്നങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിച്ചത് അൻവർ. അൻവർ ചില്ലറക്കാരനൊന്നുമല്ല. അൻവർ അവിടെ കോട്ടയപ്പാടം ഹെൽത്ത് സെൻ്റർ എന്ന് പറയും, പ്രാഥമികാരോഗ്യ കേന്ദ്രം, അവിടുത്തെ ആശുപത്രിയാണ്, ചുങ്കത്തറ പഞ്ചായത്തിനകത്തുള്ള. അവിടെ ഡയാലിസിസ് യൂണിറ്റ്, പാവപ്പെട്ട മനുഷ്യർക്ക് ഡയാലിസിസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഡയാലിസിസ് മെഷീൻസ് കൊണ്ടുവന്നു. അതെങ്ങനെ കൊണ്ടുവന്നറിയോ? സർക്കാരിൻ്റെ ഫണ്ടിൽ നിന്നുമല്ല. അൻവർ തന്നെ അൻവറിൻ്റെ പാപ്പയുടെ പേരിലും കണ്ടുള്ളൊരു ഫൗണ്ടേഷനുണ്ട്, അതിൻ്റെ വകയിൽ നിന്ന് സ്പോൺസർ ചെയ്തു. പിന്നെ അവിടെ വേറെ ഒരു പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് ഇപ്പം പുള്ളി സതീശൻസ് എന്ന് പറയുന്ന, സതീശനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെ സതീശനെ ഗസ്റ്റായിട്ടൊക്കെ അവിടെ കൊണ്ടുവന്ന് വേദിയിൽ വെച്ചിട്ട്, ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട്, ഞങ്ങൾക്ക് ഇവിടുത്തെ പാവപ്പെട്ടവരെ അത്താണിയാണ്, ഞങ്ങൾക്കൊരു 2 യൂണിറ്റ് സംഘടിപ്പിച്ച് തരണം എന്ന് പറഞ്ഞു. സതീശൻ 1-2 സമ്പന്നര പ്രവാസികളെയൊക്കെ വിളിച്ച് അപ്പം തന്നെ റെഡിയാക്കി കൊടുത്തത്. അങ്ങനെ ഓരോരുത്തരെയും കൊണ്ടുവന്ന് അന്ന് സതീശനുമായിട്ട് പിണങ്ങേണ്ട ഒരു സാഹചര്യം അൻവറിന് ഉണ്ടായിരുന്നില്ല. UDF വരുന്നില്ല, UDF പ്രവേശനം അനുവദിക്കാതിരുന്ന VD സതീശനാണെന്നുള്ള പോയിന്റിലാണ് അൻവറിന് സതീശനോടൊരു ബുദ്ധിമുട്ട് തോന്നുന്നത്. അങ്ങനല്ല, ഭരണപക്ഷത്ത് MLA ആയിരിക്കുന്ന സമയത്ത് തന്നെ സതീഷിനെതിരെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച ആളാണ് അൻവർ. അതിന് ശേഷമാണ് ഇത് ചെയ്യിപ്പിക്കുന്നത്. അപ്പം അൻവറിന് കൃത്യമായിട്ട് പൾസ് അറിയാം, അൻവറിന് ആൾക്കാരുടെ സൈക്കോളജി അറിയാം. അങ്ങനെയാണ് ഇത്രയും വോട്ടിലേക്ക് എത്തുന്നത്. ഒരാൾ ഒറ്റയ്ക്ക് നിന്നിട്ട് ഉണ്ടാക്കുന്ന വോട്ട്. അല്ലാതെ ഇവിടെ ആരെങ്കിലും തൃണമൂൽ കോൺഗ്രസ്സുകാരെങ്കിലും ഉണ്ടോ? വെറുതെ തൃണമൂൽ കോൺഗ്രസ് എന്നുള്ള പേര് പറഞ്ഞൊന്നേ ഉള്ളൂ. അല്ലാതെ മമതാ ബാനർജി ഇഷ്ടപ്പെടുന്നവരാണ് കേരളത്തിനകത്തൊന്നും ആരുമില്ല. അതൊക്കെ വെറുതെ പറയുന്നത്. അപ്പോൾ ബംഗാൾ ഫാക്ടർ മാത്രം, അതിനപ്പുറത്തേക്കൊന്നും പോകാൻ മമതാ ബാനർജിക്ക് കഴിയത്തില്ല, ദേശീയ നേതാവാനും കഴിയില്ല. ഇവിടെ AAPക്ക് പിന്നെയും കുറച്ച് പേരുണ്ടായിരുന്നു, 2020 ആളുണ്ട്. പക്ഷേ അല്ലാതെ TMCക്ക് ആളൊന്നുമില്ല. അത് അൻവറിൻ്റെ വോട്ടാണ്. അൻവറിൻ്റെ നാളവിടെ അല്ല. അൻവർ ഉദായിക്കാരനാണ്, ഏറനാട് മണ്ഡലത്തിൽ താമസിക്കുന്ന ആളാണ്. ആ ഏറനാട് മണ്ഡലത്തിൽ നിന്ന് പോയി നിലമ്പൂർ മണ്ഡലം കാലങ്ങൾക്ക് ശേഷം ഇടതുമുന്നണിക്ക് വേണ്ടി പിടിച്ചെടുത്തു. അത് വീണ്ടും ആവർത്തിച്ചു. 2 തവണ 2 സ്ഥാനാർത്ഥികളെയാണ് പരാജയപ്പെടുത്തിയത്. ഒന്ന് മുൻ മന്ത്രിയുടെ മകനെ പരാജയപ്പെടുത്തുന്നു, DCC പ്രസിഡന്റിനെ പരാജയപ്പെടുത്തുന്നു. അങ്ങനെ വന്ന അൻവർ
പിന്നെ നിൽക്കുമ്പോൾ ഒറ്റയ്ക്ക് നിന്നിട്ട് വോട്ട് ബാങ്ക് ഉണ്ടാക്കി. അത് രണ്ട് മുന്നണിയിൽ നിന്നും വോട്ട് പിടിച്ചു. രണ്ട് മുന്നണിയിൽ നിന്നല്ല, ഫലത്തിൽ മൂന്നിടത്തും വോട്ട് പിടിച്ചു. BJPയുടെയും വോട്ട് പിടിച്ചു, മൂന്നിടത്തും വോട്ട് പിടിച്ചു. അങ്ങനെ ഇതെല്ലാം എന്ന് പറഞ്ഞാൽ അൻവറിനോടുള്ള വ്യക്തിപരമായ താല്പര്യമാണ്, അൻവർ ഉയർത്തുന്ന രാഷ്ട്രീയത്തോടുള്ള താല്പര്യമാണ്. അല്ലാതെ മമതാ ബാനർജിയെ അല്ലെങ്കിൽ മറ്റേ യൂസഫ് അലി പട്ടാനെ കണ്ടിട്ടൊന്നും ആരാ വോട്ട് ചെയ്യുന്നത്? കാണാനൊക്കെ പോവും. കാണാനിപ്പോൾ ഇവിടെ സണ്ണി ലിയോൺ വന്നപ്പോൾ ഒരുപാട് പേര് കാണാൻ പോയി. അവരെല്ലാം സണ്ണി ലിയോൺ ഇവിടെ എറണാകുളത്തൊന്നും മത്സരിച്ചാൽ വോട്ട് ചെയ്യുക ഒന്നുമില്ല. അതൊക്കെ ഒരു കൗതുകത്തിന് കാണാൻ പോകുന്നതേ ഉള്ളൂ. ഇതിനകത്തുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻവർ വലിയൊരു ഫാക്ടറാണ്. അൻവർ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിന്നെ വയനാട് മണ്ഡലത്തിൽ ഒറ്റയ്ക്ക് ഇതേപോലെ സ്വതന്ത്രനായിട്ട്, അതൊരു പാർട്ടിയും ഇല്ല, വെറും സ്വതന്ത്രൻ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. 35,000-ഓളം വോട്ടാണ് പിടിച്ചത്. 35,000-ഓളം വോട്ട് പിടിക്കുക എന്ന് പറഞ്ഞാൽ നിലമ്പൂർ മണ്ഡലത്തിൽ 10,000-നടുത്ത് വോട്ട് പിടിച്ചു, വണ്ടൂർ മണ്ഡലത്തിൽ 10,000-നടുത്ത് വോട്ട് പിടിച്ചു, ഏറനാട് മണ്ഡലത്തിൽ 10,000-നടുത്ത് വോട്ട് പിടിച്ചു, തിരുവമ്പാടി മണ്ഡലത്തിൽ 5,000-ഓളം വോട്ട് പിടിച്ചു. ഏകദേശം പിന്നെ അങ്ങനെ 35,000-ഓളം വോട്ട് പിടിച്ചു. തിരുവമ്പാടി മണ്ഡലം നിലവിൽ CPM-ൻ്റെ സിറ്റിംഗ് സീറ്റാണ്. ലിൻഡോ ജോസഫാണ് അവിടെ നിന്നുള്ള MLA. അവിടെ ഇപ്പോൾ VS ജോയിയെ ഒക്കെ ആയിരിക്കും നിർത്താൻ നോക്കുക. പക്ഷേ തിരുവമ്പാടി മണ്ഡലത്തിൽ അൻവർ പോയിട്ട് നിന്നാലോ? അൻവർ പോയിട്ട് നിന്ന് കഴിഞ്ഞാൽ അവിടെ വോട്ട് സ്പ്ലിറ്റ് ആവും, രണ്ടിടത്തും വോട്ട് പിടിക്കുക. ഈ കക്കാടംപൊയിലാണ് അൻവറിന് പിന്നെ പാർക്കുള്ളത്. ആ പാർക്ക് നിൽക്കുന്ന കക്കാടംപൊയിൽ പഞ്ചായത്തിലെ ആൾക്കാർ, അവിടെ കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്താണ്, ആ പഞ്ചായത്ത് ഭരണസമിതി അൻവറിൻ്റെ പാർക്കിന് അനുമതി കൊടുത്തിട്ടുള്ളതാണ്. അവരുടെ ഡിസിഷനായിരുന്നു. കാരണം അവിടെ പ്രാദേശികമായ ആളുകൾക്ക് രാവിലെ ടാപ്പിങ്ങിന് പോകാൻ പറ്റുന്നില്ല. കാരണം പുലിയും കടുവയും വന്ന് പിടിച്ചുകൊണ്ട് പോകും. കാരണം വെളുപ്പിനെ പോയിട്ട് വെട്ടണമല്ലോ. ഈ ടോർച്ച് ഹെഡ്ലൈറ്റൊക്കെ വെച്ചിട്ടാണല്ലോ വെട്ടുന്നത്. അപ്പോൾ റബ്ബർ കൃഷിയെക്കുറിച്ച് വല്ല അറിയുമെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പം പിന്നെ ഈ രാവിലെ ടാപ്പിങ്ങിന് പോകാൻ പറ്റുന്നില്ല. വല്ല കപ്പയോ മധുരക്കിഴങ്ങൊക്കെ വെച്ച് ജീവിക്കാതെ എഴുതി കഴിഞ്ഞാൽ അത് പന്നി കൊണ്ടുപോകും. വല്ല പയറോ എന്തെങ്കിലുമൊക്കെ വെക്കാമെന്ന് എഴുതിയാൽ അത് മയിൽ കൊണ്ടുപോകും. ഒരു രീതിയിൽ ജീവിക്കാൻ വയ്യ. ആ സമയത്ത് കക്കാടംപൊയിൽ പാർക്ക് വരുമ്പോൾ അതുമായി അനുബന്ധ പിന്നെ മേഖലകളിലുള്ള തൊഴിലും ഒക്കെ ആയിട്ട് ജീവിക്കാൻ കുറേ ആൾക്കാർക്ക് പറ്റുമായിരുന്നു. തിരുവമ്പാടി മണ്ഡലത്തിൽ അൻവർ ഫാക്ടറാണ്. പിന്നെ നിലമ്പൂർ ഇത്തവണ മത്സരിച്ച് ഇത്രയും വോട്ട് പിടിച്ച അൻവർ, അതോട് കൂടിയിട്ട് അൻവറിന് സ്വന്തമായൊരു ഫാൻ ബേസും ഉണ്ടായിട്ടുണ്ട്. ആ ഫാൻ ബേസ് അൻവർ മറ്റുള്ള ചില സംഘടനകളുമായിട്ടൊക്കെ ചെറിയൊരു നീക്കുപോക്ക് കൂടെ നടത്തുകയാണെങ്കിൽ, വേണ്ടി വന്നാൽ നിലനിൽപ്പിന് വേണ്ടി അവസാന ഘട്ടത്തിൽ ബാക്കിയുള്ളവരുമായിട്ടോ ജമാഅത്തുമായിട്ടോ പിന്നെ കാന്തപുര വിഭാഗമായിട്ട് ഒക്കെ ഒരു ലിങ്കിലേക്ക് പോയി കഴിഞ്ഞാൽ കാന്തപുര വിഭാഗമായിട്ടും സമസ്തയായിട്ട് അനുയോജിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അൻവർ ബാക്കിയുള്ളിടത്ത് നന്നായിട്ട് വോട്ട് പിടിക്കാൻ പറ്റും. ഏറനാട് മണ്ഡലത്തിൽ ഇപ്പം നിലവിലുള്ള MLA PK ബഷീറാണ്. PK ബഷീർ ഇപ്പം തന്നെ കുറച്ച് പിണക്കത്തിലാണ് നിൽക്കുന്നത്. കാരണം ഇനി 3 ടൈം MLA ആയി, ഇനിയത്തെ ടൈം കിട്ടത്തില്ല എന്നുള്ളത് വന്നപ്പോൾ തന്നെ പ്രശ്നമുണ്ട്. കാരണം ഇനിയൊരു ടൈം വന്നു കഴിഞ്ഞാൽ മന്ത്രിയാവാമെന്ന് പ്രതീക്ഷിച്ചിരിക്കുക. അദ്ദേഹത്തിൻ്റെ വാപ്പ പഴയ നമ്മളെ പിന്നെ ഗവൺമെൻറ് കേരളത്തിലെ ആദ്യത്തെ ഗവൺമെൻറ് ചീഫ് വിപ്പായിരുന്നു. സീതി ഹാജി കുറേ കാലം നിയമസഭയിലുണ്ടായിരുന്നു. അപ്പോൾ സീതി ഹാജിയുടെ മകനാണ്, പിന്നെ ആ മണ്ഡലത്തുകാരനാണ്. അപ്പോൾ വേറെ ആരെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ പുള്ളി പാലം വലിച്ചാൽ വോട്ട് വേണമെങ്കിൽ അൻവറിന് മറിച്ച് കൊടുക്കും. അവിടെ ഒരു പ്രശ്നം. വണ്ടൂർ മണ്ഡലത്തിൽ അത് AP അനിൽകുമാറിൻ്റെ മണ്ഡലമാണ്. AP അനിൽകുമാർ 2 തവണ മന്ത്രിയായതാണ്, 5 തവണ MLA ആയി, ഇനിയും മത്സരിക്കാൻ നിൽക്കുകയാണ്. ആ മത്സരിക്കാൻ നിൽക്കുമ്പം AP അനിൽകുമാറിന് ത്രെട്ടാണ് അൻവർ. കാരണം അൻവറിന് അവിടെ നന്നായിട്ട് വോട്ടുണ്ട്. അൻവർ അവിടെ നല്ലൊരു കാൻഡിഡേറ്റിനെ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ റിസർവേഷൻ സീറ്റാണ്. അൻവർ വോട്ട് വലിച്ചു കഴിഞ്ഞാൽ കൂടുതലും AP അനിൽകുമാറിൻ്റെ വോട്ടെ വലിക്കുക അവിടെ നിന്ന്. അത് വലിച്ചു കഴിഞ്ഞാൽ AP അനിൽകുമാർ അപ്പുറത്ത് CPM-ന് നല്ല സ്ഥാനാർത്ഥിയും കൂടെ ഉണ്ടെങ്കിൽ അനിൽകുമാർ അവിടെ തോക്കും. ഇവർക്ക് ഭരണം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പം 42 സീറ്റേ ഉള്ളൂ, 29 സീറ്റ് കൂടെ പിടിക്കണം. 29 സീറ്റിനെ എവിടെ നിന്ന് പിടിക്കുമെന്നുള്ളത് എണ്ണി നോക്കിയിട്ട് എനിക്കിപ്പോഴും രക്ഷ കിട്ടുന്നൊന്നുമില്ല. പക്ഷേ ഭരണം കിട്ടുമെന്നുള്ളൊരു ഉറപ്പിലാണ് നിൽക്കുന്നത്. ഇൻ്റലിജൻസ് റിപ്പോർട്ടും അങ്ങനെ തന്നെയാണെന്ന് അറിയാൻ പറ്റുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡ്, ഇനി ട്രെൻഡ് മാറി മറിയാൻ ഇനി സമയമുണ്ട്. ഏത് നിമിഷവും പുതിയൊരു ഇൻസിഡൻറ്റ് ഉണ്ടായാൽ മതി. ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സംഭവം കഴിഞ്ഞു. അപ്പം അങ്ങനെ വരുമ്പം പിന്നെ ഈ 29 സീറ്റ് പിടിക്കണമെന്നുണ്ടെങ്കിൽ 29 സീറ്റ് പിടിക്കാൻ കാത്തിരിക്കുന്ന സമയത്ത് തിരുവമ്പാടി പിടിക്കാൻ കഴിയാത്ത അവസ്ഥ അൻവർ വന്നാൽ വരും. വണ്ടൂരിലും നിലമ്പൂരിലും അടുത്ത തവണ അൻവറിനിപ്പോൾ കിട്ടിയ വോട്ട് LDF-ലെ സ്ഥാനാർത്ഥിക്ക് പിന്നെ സ്വരാജ് അല്ലാതെ വേറെ സ്ഥാനാർത്ഥി വന്നു നിന്ന് കഴിഞ്ഞാൽ, അക്സെപ്റ്റബിൾ ആയിട്ടുള്ള സ്ഥാനാർത്ഥി വന്നു നിന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ ഷറോൺ അറോയി അല്ലെങ്കിൽ അങ്ങനെ തോമസ് മാത്യു അങ്ങനെ ആരെങ്കിലുമൊക്കെ നിർത്തുകയാണെങ്കിൽ അൻവർ ആ വോട്ട് അങ്ങോട്ട് മറിച്ച് കൊടുക്കാൻ തീരുമാനിച്ചാൽ മതി. അൻവറിന് വാശിയായിരിക്കുമല്ലോ ഉണ്ടാകുക, എന്നാൽ UDF-ന് വരുത്തണ്ട എന്നുള്ളത്. എന്നെ ഒന്നും ആക്കുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ശരിയാക്കും എന്നുള്ളതായിരിക്കും. ഇവരിപ്പോൾ ചെയ്യേണ്ട തവനൂർ സീറ്റിൽ അൻവർ നല്ലൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടു നിർത്തി കഴിഞ്ഞാൽ KT ജലീലിന് മത്സരിക്കത്തുമില്ല. അവിടെ UDF-ന് പിടിക്കാൻ പറ്റുന്നൊരു സീറ്റാണ്. ആ പിടിക്കാൻ പറ്റുന്ന സീറ്റിൽ പിന്നെ അൻവർ കൊണ്ടുപോയിട്ട് സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് വോട്ട് സ്പ്ലിറ്റാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ ഇതൊക്കെ ഇവർക്ക് പിടിക്കാൻ പറ്റുന്ന സീറ്റിന് പോലും ത്രട്ട്, അതിന് പുറമെ അവരുടെ സിറ്റിംഗ് സീറ്റ് വണ്ടൂരിലും നിലമ്പൂരിലും ത്രട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർ ചെയ്യേണ്ടത് അൻവറിനെ അക്കോമഡേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ വേറൊന്നും സജീവ് മഞ്ഞക്കടമ്പനാണ് കൂടെയുള്ളത്. സജീവ് മഞ്ഞക്കടമ്പൻ ആളൊരു വലിയ സ്റ്റെപ്പൊന്നും ഇല്ലെങ്കിലും എല്ലാവർക്കും ഒരു സഹതാപമാണ്, ഒരു കോമാളി കഥാപാത്രമൊക്കെയാണ്. പക്ഷേ സഹതാപമുണ്ട്. UDF-ൻ്റെ ജില്ലാ ചെയർമാനും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ഒന്നും എവിടെ എത്തിയില്ല. രാവിലെ തൊട്ടേ ഇങ്ങനെ ഇറങ്ങിയിട്ട് പിന്നെ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. ഒരു ഗതികെട്ട അവസ്ഥയിലാണ് നിൽക്കുന്നത്.
പുള്ളി ഇനിയും സീറ്റൊന്നും കിട്ടിയില്ല, ചിലപ്പോൾ ആത്മഹത്യ ചെയ്ത് കളയും. കാരണം അത് അത്രയും ഗതികെട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരു പാവം എന്നുള്ള തോന്നലുണ്ട്, ആൾക്കാർക്ക് ഒരു സഹതാപം തോന്നുന്നുണ്ട്, ഒരു സഹതാപം തോന്നുന്ന കഥാപാത്രമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം സജിക്കൊരു സീറ്റ് മേടിക്കുക. അൻവർ പറഞ്ഞ ഞാൻ ബേപ്പൂർ പോയി മത്സരിക്കാമെന്നാണ് പറഞ്ഞത്. ഞാൻ കാണുന്നു ബേപ്പൂർ പോയിട്ട് അൻവർ മത്സരിച്ചാൽ ഇന്ന് കേരളത്തിൽ ബേപ്പൂരിൽ UDF പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മികച്ച കാൻഡിഡേറ്റ് ആയിരിക്കും. മരുമോനിസം എന്ന പ്രയോഗം കേരളത്തിൽ രാഷ്ട്രീയത്തിൻ്റെ സംഭാവന ചെയ്തത് PV അൻവറാണ്. അവിടെ നിന്നിട്ട് അത് വ്യക്തിപരമായി തന്നെ അത് രാഷ്ട്രീയ പോരാട്ടവുമാണ്. വ്യക്തിപരമായി അൻവറിൻ്റെ ഒരു കരിസ്മയുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും കേട്ടിരിക്കുന്നത് നമുക്ക് തന്നെ കേൾക്കാൻ ഇഷ്ടം തോന്നുമല്ലോ. അൻവറിനോട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ വിയോജിപ്പുണ്ട്. വ്യക്തിപരമായിട്ട് തന്നെ പുള്ളിയുടെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന കാര്യങ്ങളോട് നമുക്ക് നിങ്ങളോട് വിയോജിപ്പുണ്ടെന്നുള്ളത് അത് പറയാനുള്ള സ്പേസ് ഉണ്ട്. ആ ജനാധിപത്യപരമായിട്ടുള്ള സാധനമുണ്ട്. നമ്മളോട് അതിൻ്റെ പേരിൽ വൈരാഗ്യമൊന്നും ഉണ്ടാവുന്നില്ല. ജനങ്ങൾക്ക് ഏറ്റവും ആക്സസ് ഉണ്ടായിരുന്ന ഒരാളുമാണ്. സമയോചിതമായിട്ട് പ്രയോഗങ്ങൾ നടത്താൻ അറിയാം. ഇലക്ഷൻ്റെ ഈ കുട്ടിക്കലാശത്തിൻ്റെ അന്ന് എല്ലാവരും കുട്ടിക്കലാശമൊക്കെ നടത്തി ഭയങ്കര ടെൻഷൻ അടിച്ചും ആഹ്ലാദിച്ചും ഒക്കെ ഇങ്ങനെ നടക്കുമ്പോൾ അൻവർ തലമുറങ്ങാടി ചായ പിടിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ എങ്ങനെയാണ് മനുഷ്യ ഹൃദയത്തിലേക്ക് ഇറങ്ങിപ്പോകാമെന്നുള്ളതിൻ്റെ സൈക്കോളജി കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ്, പൾസ് അറിയാവുന്ന ആളാണ്. അടിത്തട്ടിൽ നിന്ന് കാര്യങ്ങൾ ഈ സാധാരണ മനുഷ്യരായിട്ട് ഇടപെട്ട് ശീലമുള്ള ആളാണ്. വെറും പിന്നെ കാറിനകത്ത് AC ഓഫീസിൽ മാത്രം ഇരുന്നിട്ടുള്ള രാഷ്ട്രീയമല്ല, പണിയെടുത്ത് വന്നതാണ്. ഒരു ധനിക കുടുംബത്തിൽ, ഒരു ജന്മി കുടുംബത്തിൽ ജനിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള ചില മാടമ്പിത്തരമൊക്കെ ഉണ്ട്. പക്ഷേ ആ മാടമ്പിത്തരത്തിനും ആരാധകരുണ്ട് വേർവശത്ത്. അങ്ങനെ ഉണ്ടല്ലോ, ഈ ഹീറോയിസം എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പോൾ അൻവർ അങ്ങനെ നിൽക്കുമ്പോൾ അൻവറിനെ ബേപ്പൂർ കൊണ്ടിട്ട് ഒരു പ്ലേസ് ചെയ്യട്ടെ, ബേപ്പൂർ സീറ്റ് കൊടുക്കട്ടെ, വേറെ സീറ്റൊന്നും കൊടുക്കണ്ട. ബേപ്പൂർ കൊടുത്തു കഴിഞ്ഞാൽ ബേപ്പൂരിൽ ചിലപ്പോൾ ഒരു ജയൻറ്റ് കില്ലറായിട്ട് അൻവറിന് മാറാൻ പറ്റും. കാലങ്ങളായിട്ട് CPM കുത്തക സീറ്റാണ്. അവിടെ നിന്ന് TK ഹംസ പലതവണ മത്സരിക്കുന്നു, വിജയിക്കുന്നു. VKC മുഹമ്മദ് കോയ മത്സരിക്കുന്നു, വിജയിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ റിയാസ് മത്സരിക്കുന്നു, വിജയിക്കുന്നു. റിയാസിൻ്റെ ഗ്രാഫ് അത്രയും അങ്ങേറ്റം താന്നു നിൽക്കുക. അപ്പം അങ്ങനെ വരുമ്പം അവിടെ റിയാസിൻ്റെ പല കാര്യങ്ങളോടും യാഥാസ്ഥിതിക മുസ്ലിം സമൂഹത്തിന് എതിർപ്പുണ്ടാവും. എന്നാൽ ചിന്തിക്കുന്നവർക്കിടയിൽ ഈ റിയാസിനും ഉണ്ടല്ലോ റീൽസ് ഇട്ട് കളിക്കൽ പരിപാടിയൊക്കെ. നമ്മുടെ ഷാഫി പറമ്പിലിൻ്റെ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയൊക്കെ ചിന്തായറോമിൻ്റെയൊക്കെ അതേ കാറ്റഗറിയാണ് റിയാസും. റീൽസ് ഇട്ട് കളിക്കുന്ന ഒരു വിദഗ്ധനാണ്. അപ്പോൾ അങ്ങനെ ഈ പിന്നെ റീൽസ് ഇട്ട് കളിയും ഈ കാര്യങ്ങളും PWD കൊള്ളാത്ത രീതിയിലേക്ക് ആക്കി തീർത്തു കൂടെ പ്രചാരണമാക്കാൻ ജനങ്ങളുടെ മനസ്സിലേക്ക് ചെറിയ വാക്കുകളിലൂടെ, സാഹിത്യമൊന്നും പറയാതെ, നമ്മൾ പിന്നെ ബേബിയോ അല്ലെങ്കിൽ സ്വരാജൊക്കെ പറയുന്നത് പോലെയോ അങ്ങനെയൊന്നും അല്ലാത്ത സാഹിത്യമൊന്നും പറയാതെ സാധാരണ മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിവുള്ള ഒരാളാണ് അൻവർ. ആ രീതിയിൽ അവിടെ കൊണ്ടുവരേണ്ട, എന്തായാലും ഇവരെ സിറ്റിംഗ് സീറ്റ് അല്ലല്ലോ, ഇവരെ സിറ്റിംഗ് സീറ്റ് അല്ലാത്ത പിന്നെ ബേപ്പൂരിൽ അൻവറിനെ കൊണ്ടിടുന്നതിന് ഇവർക്ക് എന്താ തടസ്സം? അല്ലെങ്കിൽ സജി മഞ്ഞക്കടമ്പിനെ ഇവരെ സിറ്റിംഗ് സീറ്റ് അല്ലാത്ത പൂഞ്ഞാറി കൊണ്ടിടുന്നതിന് എന്താ തടസ്സം? ഇവർക്ക് അത് നഷ്ടപ്പെടാനുണ്ടോ? ആ നിർത്തുന്നതിലൂടെ അഥവാ കിട്ടിയാലെ സീറ്റ് പിടിച്ചെടുക്കുകയും ചെയ്യാം, തിരുവമ്പാടി കൈ പിടിച്ചെടുക്കുകയും ചെയ്യാം. അൻവറിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തിരുവമ്പാടി പിടിച്ചെടുക്കാം. പിന്നെ വണ്ടൂർ നിലനിർത്തുകയും ചെയ്യാം. ഇല്ലെങ്കിൽ വണ്ടൂരും പോവും, തിരുവമ്പാടിയും പോവും. പിന്നെ ബേപ്പൂർ ഇവർക്ക് നിർത്താൻ പറ്റിയ വേറെ സ്ഥാനാർത്ഥിയില്ല. അപ്പോൾ അതുകൊണ്ട് ഭരണം എന്നുള്ള ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ, പ്രതിപക്ഷത്തിന് ഇനി ഇരിക്കാനാണെന്നുണ്ടെങ്കിൽ അൻവറിനെ കൂട്ടണ്ട. ഭരിക്കണം എന്നുണ്ടെങ്കിൽ അൻവറിനെ കൂട്ടല്ലാതെ വേറെ മാർഗം പിന്നെ അവരുടെ മുമ്പിലില്ല. അൻവർ വലിയൊരു ഫാക്ടറാണ്. അൻവർ നിസ്സാരക്കാരനല്ല. അൻവർ എന്താണെന്നുള്ളത് അത്യാവശ്യം നന്നായിട്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത്.